നമസ്കാരം. അച്ഛൻ്റെ വഴിയെ തന്നെ മകൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ DS ഇറ ഒക്ടോബർ 31 റിലീസിനെത്താൻ ഒരുങ്ങുകയാണ്. 31 തീയതിയാണ് റിലീസ് ഡേറ്റ്. എന്നാൽ 30 തീയതി ചില സിലക്റ്റഡ് തിയേറ്ററുകളിൽ ഇതിന്റെ പ്രീമിയർ ഷോ നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ചിലർക്ക് അറിയാമായിരിക്കാം, 30 തീയതി രാത്രി 9:30 ചില തിയേറ്ററുകളിൽ രാത്രി 11:59 ഒക്കെ ആയിട്ടാണ് ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നത്. പെയ്ഡ് പ്രീമിയേഴ്സ് ആണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴിയും അല്ലാണ്ടുള്ള ബുക്കിംഗ് ആപ്സിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്തായാലും ഈ പ്രീമിയർ ഷോകൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെ പ്രധാന തിയേറ്ററുകളിലൊക്കെ തന്നെ ഈ 9:30 11:59 ഷോ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഹൗസ്ഫുൾ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ നമുക്ക് മുന്നിട്ട് വരേണ്ടി വരും. ഒന്ന്, നായകനായ പ്രണവ് മോഹൻലാൽ തന്നെയാണ്. ഒന്ന്, പ്രണവിൻ്റെ ഒരു നമ്മൾ ഈ രീതിയിലേക്കൊക്കെ മാറി നോക്കിയാൽ പ്രണവ് എന്ന നായക നടൻ ഇവോൾവ് ചെയ്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാം. ആദിയിലെ പ്രണവ് അല്ല വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രണവിനെ അല്ല നമ്മൾ ഇനി കാണാൻ പോകുന്ന DS ഇറ. കാരണം DS ഇറയുടെ ട്രെയിലർ നൽകുന്ന സൂചനകളും പ്രതീക്ഷകളും വളരെയധികം വലുതാണ്. എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഹൊറർ ആയിരിക്കാം അതിനകത്ത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ കൊണ്ടുവരിക തുടങ്ങി നിരവധി ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 1 ഇത് തന്നെയാണ്. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ മേലുള്ള നമുക്കെല്ലാവരുടെയുമുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. ഇപ്പോൾ അദ്ദേഹം റെഡ് റെയിൻ എന്ന് പറഞ്ഞൊരു സിനിമ 2013 റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഭൂതകാലവുമായിട്ട് അദ്ദേഹം വന്ന് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്നത്. അത് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി. OTT-യിലൊക്കെ കണ്ടതിന് ശേഷം അതൊരു തിയേറ്ററിൽ റിലീസ് ആയില്ല. പിന്നെ നമ്മൾ തിയേറ്ററിൽ കണ്ട് ഞെട്ടി അന്താളിച്ചു പോയതാണ് മമ്മൂക്കയുടെ ഭ്രമയുഗം. അത് സംവിധാനം ചെയ്തത് രാഹുൽ സദാശിവൻ തന്നെയാണ്. ഭ്രമയുഗം ഇന്നും ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പ്രധാന നായകന്മാരുടെ ഇഷ്ട സിനിമകളിൽ ഒന്നായിട്ട് ഭ്രമയുഗം നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ധ്രുവ് വിക്രം ബൈസൺ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് ധ്രുവിനോട് ചോദ്യം ചോദിച്ചത് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ധ്രുവ് കണ്ണും പൂട്ടി പറഞ്ഞ ഉത്തരം ഭ്രമയുഗമാണ്. അങ്ങനെ രാഹുലിൻ്റെ ഭ്രമയുഗം ഇന്നും ലെജൻഡറി സിനിമയായിട്ട് നിൽക്കുകയാണ്, കൾട്ട് ക്ലാസിക് ആയിട്ട് നിൽക്കുകയാണ് ഭ്രമയുഗം. രാഹുൽ ഭ്രമയുഗത്തിന് ശേഷം ചെയ്യുന്ന പടവും കൂടിയാണ് DS ഇറയെ പ്രണവിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതിൻ്റെ റിലീസ് ചെയ്ത ട്രെയിലർ ആവട്ടെ, ഇത് റിലീസ് വന്ന ടീസർ ആവട്ടെ, പ്രണവിൻ്റെ പല തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ടീസറിലും ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ജംപ് സ്കെയർസോ അല്ലെങ്കിൽ ഹൊററിൻ്റെ പല വേർഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഭൂതകാലത്തിൽ എന്ത് മനോഹരമായിട്ടാണ് പ്രേതമില്ലാതെ നമ്മളെ പേടിപ്പിച്ചതെന്ന് കൂടി ആലോചിച്ച് നോക്കണം. അതേ രാഹുൽ സദാശിവന് എന്താണ് DS ഇറയിൽ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നതൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രീമിയർ ഷോയ്ക്ക് വേണ്ടി ആളുകൾ ഇത്രയധികം ബുക്ക് ചെയ്യുന്നത്. ഒരു ഹൊറർ സിനിമയും കൂടി ആയതുകൊണ്ട് തന്നെ രാത്രി കാണാൻ കുറച്ചുകൂടി ആളുകൾക്ക് ഭയങ്കര താല്പര്യവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ പ്രീമിയർ ഷോകൾ രാത്രി 9:30 മുതലാണ് ചാർട്ട് ചെയ്യുന്നത്. 30 തീയതി ഇതിലെയാണ് പല സെൻറ്ററുകളിലും ഹൗസ്ഫുള്ളായി മാറുന്ന കാഴ്ച. തിരുവനന്തപുരത്ത് ADS Plexൽ രാത്രി 9:30 ഷോ ഹൗസ്ഫുള്ളാണ്. കൊച്ചിയിലും പല സെൻറ്ററുകളിലും രാത്രി 9:30 ഷോ ഹൗസ്ഫുള്ളായി മാറുന്നു. ഇങ്ങനെ പ്രണവിനെ വെച്ചുകൊണ്ടൊരു ഹൗസ്ഫുൾ ഷോ വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, പ്രണവിൻ്റെ സ്റ്റാർഡം കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. അച്ഛൻ്റെ വഴിയെ തന്നെ മകൻ പോകുന്ന ഒരു യാത്രയും കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ട്രെയിലർ വലിയൊരു കാരണമായിട്ടുണ്ട്, ഇതിൻ്റെ ടീസർ വലിയൊരു കാരണമായിട്ടുണ്ട്. രാഹുൽ സദാശിവൻ എന്ന സംവിധായകനും വലിയ ബ്രാൻഡ് വാല്യൂ ആയി മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മോഹൻലാൽ എന്ന നടൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയ ഒരു കാര്യം. നമുക്കറിയാം, ഈ DS ഇറയുടെ ട്രെയിലർ റിലീസാവുന്ന ദിവസം മോഹൻലാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റി. ഒരു റെഡ് ഷെയ്ഡിൽ മോഹൻലാൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് മോഹൻലാൽ ഒരു പ്രൊഫൈൽ പിക്ചറാക്കി ഇട്ടത്. അതിന് പിന്നാലെ നമ്മൾ ഒന്ന് തപ്പി നടന്നപ്പോഴാണ് ഇതിന്റെ സംഗതി മനസ്സിലായത്. ഇത് മോഹൻലാൽ മാത്രമല്ല, പ്രണവ് മോഹൻലാൽ മാറ്റിയിട്ടുണ്ട്, രാഹുൽ സദാശിവൻ മാറ്റിയിട്ടുണ്ട്. DS ഇറയിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെല്ലാവരും അവരുടെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് അടുത്ത ചോദ്യം, മോഹൻലാൽ DS ഇറയിൽ അഭിനയിക്കുന്നുണ്ടോ? 2025 എന്ന വർഷം മോഹൻലാലിന്റെ സുവർണ്ണ കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മോഹൻലാൽ ഇപ്പോഴും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 എന്ന വർഷം എമ്പുരാൻ വരുന്നു, തുടരും വരുന്നു, ഹൃദയപൂർവ്വം വരുന്നു, ചോട്ടാ മുംബൈ റീ റിലീസ് വരുന്നു, രാവണ പ്രഭുവിന്റെ റീ റിലീസ് വരുന്നു, ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നു. അങ്ങനെ ഒരു നടൻ സ്വപ്നം കാണുന്ന എല്ലാം 2025 മോഹൻലാൽ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും മോഹൻലാലിന്റെ സിനിമകൾ ഈ കൊല്ലം തന്നെ വരാനിരിപ്പുണ്ട്. ഇപ്പോൾ വൃഷഭ എന്ന് പറയുന്ന സിനിമ വരാനുണ്ട്. ബബ്ബയിൽ ദിലീപിനൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. ആ 2 സിനിമകളും 2025 ഈ അടുത്ത 2 മാസത്തിൽ വരാനിരിക്കുകയാണ്. DS ഇറയിൽ മോഹൻലാലിന്റെ ക്യാമിയോ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രീമിയർ ഷോയിൽ മോഹൻലാൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ മനസ്സിലാകുന്നത്. കൊച്ചിയിൽ മോഹൻലാൽ രാത്രി 9:30 ഷോയിൽ മോഹൻലാലും കൊച്ചി
ലുലു മോളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ അത് അന്ന് വരെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നിലവിൽ മോഹൻലാൽ പ്രീമിയർ ഷോയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രണവിനൊപ്പം മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം പ്രണവിന്റെ ആദ്യ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന ജൂഡ് ആന്റണി ജോസഫിന്റെ സിനിമയിലും മോഹൻലാൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഈ സിനിമയിലുണ്ടോ? DS ഇറയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടോ? കാരണം ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ തരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ തന്നെ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും DS ഇറയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടെ റിലീസിനെത്തുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ ഒരു ഹൊറർ വേർഷൻ, ഒരു കംപ്ലീറ്റ് പക്ക ഹൊറർ സിനിമ എനിക്ക് തോന്നുന്നു ഭ്രമയുഗത്തിന് ശേഷം പീരീഡ് വന്നിട്ടുള്ളത്. അതും രാഹുലിൻ്റെ തന്നെ സിനിമയാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹൊറർ സിനിമ വരണമെങ്കിൽ അത് രാഹുലിൻ്റെ കയ്യിൽ തന്നെ വരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ റെഡ് ട്രെയിനും ഭൂതകാലത്തിനും ഇടയിലുള്ള 10 വർഷത്തിൽ അദ്ദേഹം ഒരുപാട് സ്ക്രിപ്റ്റുകൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തിറക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന് മേലുള്ളത്. അതോടൊപ്പം തന്നെ പ്രണവ് എന്ന നായകൻ നടൻ്റെ ഒരു പുതിയ എവല്യൂഷൻ, ഒരു പുതിയ ഇവോൾവ്മെൻറ്റ് DS ഇറയിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കണക്കുകളാണ് ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തലമുറ മാറ്റം, ആ ഒരു ജനറേഷൻ ഷിഫ്റ്റ്, ലാലേട്ടന് ശേഷം പ്രണവിന് വീണ്ടും ഞാൻ പറയുന്നത് പ്രണവ് ഇപ്പോൾ തുടർച്ചയായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി പ്രണവിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്ന ഒരു ഫാൻ ഫോളോയിങ്ങിൻ്റെ വർധനവും കൂടി. പ്രണവിന് നമുക്കറിയാം സിനിമയിൽ അഭിനയിക്കും, പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറില്ല. പ്രണവ് അഭിമുഖങ്ങൾ നൽകാറില്ല. പ്രണവും ജനങ്ങളുമായിട്ടൊരു ഡയറക്റ്റ് കോൺവെർസേഷൻ അങ്ങനെ ഉണ്ടാവാറില്ല. പ്രണവിൻ്റെ യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല രാജ്യങ്ങളിലുമൊക്കെ നടക്കുന്നൊരവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ജർമ്മനിയിലായിരിക്കും, നാളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. തൻ്റെ സിനിമയുടെ റിലീസിന് അടുക്കുമ്പോൾ പോലും പ്രണവ് യാത്രയിലാണ്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊന്നും പ്രണവ് ഇറങ്ങുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ DS ഇറയെ കാണാൻ വേണ്ടിയിട്ട് പ്രണവ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അന്ന് ലാലേട്ടനൊപ്പം സിനിമ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു അപൂർവ നിമിഷം തന്നെയായിരിക്കും. അങ്ങനെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രണവ് പുതിയ ബോക്സ് ഓഫീസ് നമ്പറുകൾ കൊടുത്താൽ മതി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്രണവിൻ്റെ സ്റ്റാൻഡ് അലോൺ സിനിമയല്ലല്ലോ. പ്രണവ് എന്ന് പറയുന്ന നടനോടൊപ്പം തന്നെ പലരും ഉണ്ടായിരുന്നു. ധ്യാൻ ഉണ്ടായിരുന്നു, നിവിൻ ഉണ്ടായിരുന്നു, വലിയ താരനിരയായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഹൃദയം ഒരു പക്ഷേ പ്രണവിന് ഒരു വലിയ രീതിയിൽ ഒരു ഒറ്റയ്ക്ക് പുള്ള് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് മാറിയത്. ബോക്സ് ഓഫീസിലും ഹൃദയം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിനുശേഷമുള്ളൊരു വലിയ ഷിഫ്റ്റ് തന്നെയാണ് പ്രണവിന് DS ഇറയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന നായകനെ നമുക്ക് ട്രെയിലറിൽ പല ഇൻസ്റ്റൻസസ് ആയിട്ട് കാണാം. പ്രണവിൻ്റെ ഒരു പുതിയ ബോക്സ് ഓഫീസ് ജൈത്രയാത്ര ആരംഭിക്കുന്നത് ചിലപ്പോൾ DS ഇറയിലൂടെയായിരിക്കും. അതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഒരു സിഗ്നലും പ്രണവ് തന്നിട്ടുള്ളതിൻ്റെയാണ് പ്രീമിയർ ഷോയിൽ കാണുന്ന ഈ ഹൗസ്ഫുൾ പരിപാടികൾ. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ DS ഇറയ്ക്ക് വേണ്ടി കാത്തിരിക്കാമെന്നാണ് രാഹുൽ സദാശിവൻ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേടിപ്പിക്കുന്ന മാജിക്.